മീശക്കാരൻ ദിലീപേട്ടന്റെ കടയിലെ സാക്ഷാൽ മീശക്കാരനാണ് ഇവിടെ നിൽക്കുന്നത്. മീശ കണ്ടാ അറിയാലോ. ഞാൻ ഈ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പേരിനി പറയേണ്ട കാര്യമില്ല, അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇപ്പൊ ചേട്ടൻ ഒരു കൊച്ചു കഥ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. അമ്മാവൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, രണ്ടുപേര് അവരുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അതിൽ തുടങ്ങുന്നു. ശരി. അത് കഴിഞ്ഞപ്പോ അന്ന് എന്തൊക്കെ മീനുണ്ടായിരുന്നു? അന്ന് 40 രൂപ ചോറ് മാത്രമേ ഉണ്ടായിരുന്നു. അല്ല, 1 കിലോ മത്തി മേടിച്ച് വറക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ആരും വന്നില്ല. എന്ത് ചെയ്യും? ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി അല്ലേ. 2 കിലോ മത്തി മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് വിറ്റ് പോകുമെന്ന് പേടിച്ച സ്ഥലത്ത് ഇപ്പൊ ആവോലി, കരിമീൻ, കണവ, വരാല്, പൊടിമീൻ, അങ്ങനെ വേണ്ട ഇങ്ങനെ ലിസ്റ്റ്, ഇങ്ങനെ മത്സ്യസമ്പത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീളത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇഷ്ടം പോലെ. അത് നല്ല രസമുള്ള ഭക്ഷണം. കറിയുടെ അവസാന ഘട്ടമാണേ. അതിന്റെ ടേസ്റ്റ് ബേസ് ഒന്ന് അറിയണമെങ്കിൽ നമുക്ക് നോക്കിയാൽ കൂടെ ചെയ്യാം.